ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം കൂട്ടി. പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ. സുപ്രധാന പ്രഖ്യാപനങ്ങളുമായി സർക്കാർ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ 1600 നിന്നും 400 രൂപ കൂട്ടി 2000 രൂപയാക്കി. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകും. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം പ്രതിമാസം 1000 രൂപ കൂട്ടി. മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള പ്രത്യേക പദ്ധതിയാണ് മുഖ്യമന്ത്രി ആദ്യം പ്രഖ്യാപിച്ചത്. സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം നൽകുവാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 35 മുതൽ 60 വയസ്സുവരെയുള്ള മഞ്ഞ കാർഡ്, പിങ്ക് കാർഡ് എന്നിവയിൽ ഉൾപ്പെട്ടവർക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകും. 33 ലക്ഷത്തിലേറെ സ്ത്രീകൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുമെന്നും പദ്ധതിക്കായി സർക്കാർ പ്രതിവർഷം 3800 കോടി രൂപ ചിലവിടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് SSLC +2 പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. 2026 മാർച്ച് 5 തുടങ്ങി 30 വരെ. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. 2026 മാർച്ച് 5 തുടങ്ങി മാർച്ച് 30 വരെയാണ് SSLC പരീക്ഷ നടക്കുക. രാവിലെ 9:30 പരീക്ഷകൾ തുടങ്ങും. മെയ് 8 SSLC ഫലപ്രഖ്യാപനം. മാർച്ച് 5 മുതൽ 27 വരെ ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷകളും 2ാം വർഷം മാർച്ച് 6 മുതൽ 28 വരെയും നടക്കും. 1ാം വർഷ പരീക്ഷ ഉച്ചയ്ക്ക് 1:30 2ാം വർഷ പരീക്ഷ രാവിലെ 9:30 ആരംഭിക്കുമെന്നും സംസ്ഥാനത്ത് 3000 പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുകയെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുക. 2ാം വർഷം മാർച്ച് 6 മുതൽ 28 വരെ നടക്കും. 2ാം പ്രാക്ടിക്കൽ ജനുവരി 22 മുതൽ നടക്കും. ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ പരീക്ഷകൾ 9 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതും. കാര്യങ്ങൾ ശുഭപ്രതീക്ഷയിലേക്ക്. മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കും. ഡി രാജ. PM ശ്രീ പദ്ധതി ധാരണാപത്രം സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് CPI ജനറൽ സെക്രട്ടറി ഡി രാജ. ശുഭപ്രതീക്ഷയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും. വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുമെന്ന് ഡി രാജ മാധ്യമങ്ങളോട് പറഞ്ഞു. CPIഎമ്മും CPIയും ഒരുപോലെ ചർച്ച ചെയ്താണ് തീരുമാനം എടുത്തത്. മന്ത്രിസഭാ ഉപസമിതിയുടെ അടക്കം കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കും. ധാരണാപത്രത്തിൽ ഒപ്പിട്ട സ്ഥിതിക്ക് അതിൽ നിന്നും പിൻവാങ്ങുന്ന കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ഡി രാജ പറഞ്ഞു. കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടത്തും. സംസ്ഥാന സർക്കാർ അതിന്റെ നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രം പദ്ധതിയിൽ നിന്നും പിന്മാറുവാൻ വിസമ്മതിച്ചാൽ അപ്പോൾ അക്കാര്യം ആലോചിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അർജന്റീന ടീമും മെസ്സിയും കേരളത്തിലേക്ക് വരില്ല, സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി. മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരില്ലെന്ന് സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മെസ്സി എത്തില്ലെന്ന കാര്യം ഇപ്പോഴാണ് മനസ്സിലായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കലൂർ സ്റ്റേഡിയം മുഴുവൻ സ്പോൺസർക്ക് വിട്ടുകൊടുക്കില്ലെന്നും സ്പോൺസർ എത്തിയത് നവീകരണ പ്രവർത്തനങ്ങൾക്കായാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേഡിയം ആരുടെ കയ്യിലാണോ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം മെസ്സി വരുമെന്ന പ്രചാരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഒഴിഞ്ഞുമാറിയിരുന്നു. കലൂർ സ്റ്റേഡിയം നവീകരണ വിവാദം കത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കായിക വകുപ്പിന്റെ പ്രതികരണം തേടിയ മാധ്യമങ്ങളെ മന്ത്രി വി അബ്ദുറഹ്മാൻ പാടെ അവഗണിച്ചിരുന്നു. സ്റ്റേഡിയം നവീകരണത്തിൽ കോൺഗ്രസും BJPയും അഴിമതി സംശയിക്കുക കൂടി ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രി ചോദ്യങ്ങളോട് മൌനം തുടരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. സ്റ്റേഡിയത്തിന് ഫിഫയുടെ അംഗീകാരം ലഭിക്കാത്തതാണ് അർജന്റീന ടീം വരുന്നതിന് തടസ്സമുണ്ടായതെന്നാണ് സ്പോൺസറുടെ വാദം. കലൂർ സ്റ്റേഡിയം നവീകരണത്തിനായുള്ള കരാർ വ്യവസ്ഥയിൽ ദുരൂഹതയുണ്ട് എന്നാണ് കോൺഗ്രസും BJPയും ആരോപിക്കുന്നത്. സ്പോൺസർ കമ്പനിയുമായി GCDAയ്ക്കുള്ള കരാറിന്റെ പകർപ്പ് പുറത്തുവിടണമെന്ന് ഹൈബി ഈഡൻ MP ആവശ്യപ്പെട്ടു. മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയുവാൻ കായിക കേരളത്തിന് താൽപര്യമുണ്ട്. അതിനാൽ അനിശ്ചിതത്വം മാറുവാൻ GCDA കാര്യങ്ങൾ വിശദമാക്കണമെന്ന് ഹൈബി ഈഡൻ ആവശ്യപ്പെട്ടിരുന്നു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ ഭാവി പോലും ചോദ്യചിഹ്നത്തിലാകുന്ന ഒരു അവസ്ഥ പോലും നിലനിൽക്കുന്നുണ്ടെന്നും ഹൈബി ഈഡൻ പറഞ്ഞിരുന്നു. OSS ബ്രൂവറി പദ്ധതി. എലപ്പുള്ളി പഞ്ചായത്ത് നിയമപോരാട്ടത്തിന് സർക്കാരിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കും.
ഒയാസിസ് ബ്രൂവറി പദ്ധതിക്കെതിരെ നിയമപോരാട്ടത്തിന് എലപ്പുള്ളി പഞ്ചായത്ത്. കമ്പനിക്ക് അനുമതി നൽകുന്ന സർക്കാരിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കും. ക്രമവിരുദ്ധമായി പദ്ധതി നടപ്പിലാക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നെന്നാരോപിച്ചാണ് പഞ്ചായത്തിന്റെ നീക്കം. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അടിയന്തര പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്നത്. നിയമോപദേശം തേടിയതിനു ശേഷമാണ് നടപടി. പഞ്ചായത്തിന്റെ അധികാരങ്ങളെ സർക്കാർ കവരുന്നു എന്ന് പ്രസിഡന്റ് യോഗത്തിൽ ആരോപിച്ചു. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭരണസമിതി സ്വന്തം ചെലവിൽ കേസ് നടത്തും. ഇതിനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി. ഒയാസിസിനെതിരെ 6ാം വാർഡിൽ പ്രത്യേക ഗ്രാമസഭ ചേരുവാനും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ സിപിഎം അംഗങ്ങൾ വിയോജിപ്പ് അറിയിച്ചു. വാക്കേറ്റമുണ്ടായി. ബ്രൂവറി പദ്ധതി മൂലം ഒരാൾക്കും പ്രശ്നമുണ്ടാകില്ലെന്നായിരുന്നു സിപിഎമ്മിന്റെ പക്ഷം. അതേസമയം പദ്ധതിക്ക് ആവശ്യമായ വെള്ളം അനുവദിക്കുവാൻ പുതുച്ചേരി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. വാളയാർ, കോരയാർ പുഴകളിൽ നിന്നും വെള്ളം നൽകും. എന്നാൽ വിവാദമായതോടെ തങ്ങൾ പദ്ധതിയുടെ കെട്ടിട നിർമ്മാണത്തിനുള്ള വെള്ളം എടുക്കുവാനുള്ള എൻഒസി മാത്രമാണ് നൽകിയതെന്ന് വൈസ് പ്രസിഡന്റ് വിശദീകരിച്ചു. വിഷയത്തിൽ കോൺഗ്രസും ബിജെപിയും പ്രതിഷേധം ശക്തമാക്കി. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. PM ശ്രീയിൽ നിന്നും പിന്മാറുന്ന സർക്കാർ നടപടി ആത്മഹത്യാപരം. PM ശ്രീ ഉടമ്പടിയിൽ നിന്നും പിന്മാറുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ആത്മഹത്യാപരമാണെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞു. PM ശ്രീയിൽ അപാകതകളൊന്നുമില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തുറന്നു പറഞ്ഞതാണ്. എളുപ്പത്തിൽ പിന്മാറുവാൻ സംസ്ഥാനത്തിന് കഴിയില്ല. ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാനാവില്ല. MOU പ്രകാരമുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും. CPI പിണങ്ങിയെന്ന പേരിൽ കേന്ദ്രത്തിന്റെ അടുത്തുപോയി കരാറിൽ നിന്നും പിന്മാറുവാൻ പിണറായി വിജയന് സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹത്തോടും പൊതുജനങ്ങളോടും സർക്കാർ മാപ്പ് പറയണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. CPIയുടെ ദുർവാശി നാടിന് ദോഷം ചെയ്യുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. SIR എതിർക്കപ്പെടണം. അത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് വെല്ലുവിളി. സർവകക്ഷി യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തുടർ നടപടികൾ ആലോചിക്കുന്നതിന് സർവകക്ഷി യോഗം വിളിച്ച സംസ്ഥാന സർക്കാർ. അടുത്ത മാസം 5-ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്കാണ് യോഗം. തിടുക്കപ്പെട്ട് SIR നടപ്പാക്കുവാനുള്ള തീരുമാനം ജനാധിപത്യ പ്രക്രിയയ്ക്ക് വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തിടുക്കപ്പെട്ട് നടപ്പാക്കുവാനുള്ള തീരുമാനം സംസ്ഥാനത്താകമാനം വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും SIR എതിർക്കപ്പെടണമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. SIRന്റെ അപകടം മനസ്സിലാക്കി കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ SIRൽ നിന്നും പിന്തിരിയണമെന്നും സുതാര്യമായ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കണം എന്നുമായിരുന്നു നിയമസഭയുടെ ആവശ്യം. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസറുടെയും അഭിപ്രായം അവഗണിച്ചാണ് SIRൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം എടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവേ SIR നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ലെന്ന സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വിലയിരുത്തലും അവഗണിക്കപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് SIRലെ തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി സർവകക്ഷി യോഗം വിളിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.